ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മൾ രാമായണ സത്സംഗത്തിൻ്റെ അവസാന ഭാഗത്താണ്. അഗ്നിശുദ്ധി. സീതയെ രാമൻ സ്വീകരിക്കുന്നതിന് മുമ്പ് സീത സ്വയം അഗ്നിശുദ്ധി തെളിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാമനും സീതയ്ക്കും രണ്ടുപേർക്കും അറിയാം, അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശുദ്ധി തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല. യഥാർത്ഥത്തിൽ അഗ്നിശുദ്ധി, ആ ഒരു സീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമായണ കർത്താവ് നമുക്ക് രാമായണ പാരായണം ചെയ്ത് അവസാനം എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചില സന്ദേശം തരണം. അതിനെന്തെങ്കിലും ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും വേണം. അപ്പം അതിനു വേണ്ടിയിട്ട് അഗ്നിശുദ്ധിയുടെ സീൻ ചേർത്ത് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതൊരു ഉപായം നമുക്കെല്ലാവർക്കും തന്നിരിക്കുകയാണ്. വിഭീഷണനെ ലങ്കയുടെ രാജാവാക്കി അതിനുശേഷം സീതാദേവിയെ വളരെ രാജകീയമായിട്ടൊരു പല്ലക്കിൽ കൂട്ടിയിട്ട് വരികയാണ്. അപ്പം സീതാമാതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ്, പ്രത്യേകിച്ചും വാനരന്മാരെല്ലാം കൂടി. കാരണം കേട്ടിട്ടേ ഉള്ളല്ലോ സീതയെക്കുറിച്ച്, അവർ കണ്ടിട്ടില്ല. ഹനുമാനല്ലേ ആകെ കണ്ടുള്ളൂ. ഭൂമിപുത്രിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി തിക്കും തിരക്കാണ്. പല്ലക്കിൽ നിന്നിറങ്ങി സീതാരാമൻ്റെ അടുത്തേക്ക് നടന്നടുക്കുകയാണ്. ആ സമയത്ത് സ്വയം സീത സങ്കല്പം എടുക്കണം, മനസ്സുകൊണ്ടെങ്കിലും ഞാൻ രാമനെ അല്ലാതെ മറ്റാരുടെയെങ്കിലും അടുത്തേക്ക് എൻ്റെ മനസ്സെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ അഗ്നി അത് തെളിയിക്കട്ടെ പറഞ്ഞിട്ട് സ്വയം അഗ്നിയിലേക്ക് ചാടുകയാണ്. തൻ്റെ ശുദ്ധി തെളിയിക്കാൻ സ്വയം തീരുമാനം എടുക്കുകയാണ്, മുഴുവൻ ലോകത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട്. അപ്പം ഈ രംഗം കണ്ടിട്ട് സ്വയം ദേവേന്ദ്രൻ പോലും പുഷ്പവൃഷ്ടി നടത്തുകയാണ് സീതയ്ക്ക്. അഗ്നിയിൽ പോയി സീത പുറത്തു വന്നു സുരക്ഷിതയായിട്ട്. അപ്പം എല്ലാവർക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പം സീതയുടെ പരിശുദ്ധി, പതിവൃത്യം മുഴുവൻ ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അറിയാം, രാമനും അറിയാം ഇത് മായാ സീതയാണ് അഗ്നിയിൽ പോയത്. യഥാർത്ഥ സീത തിരിച്ചു വന്നതാണ്. കാരണം സീതയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒറിജിനൽ സീത ഓൾറെഡി അഗ്നി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥ സീത വെളിയിലേക്ക് വന്നിരിക്കുക. ഇതെല്ലാം അറിയാം, അവർക്ക് രണ്ടുപേർക്കും അറിയാം. എങ്കിൽ ഇതിലൂടെ നമ്മൾ അറിയേണ്ടത് എന്താണ്? ഈ അഗ്നിശുദ്ധിയിലൂടെ അഗ്നിശുദ്ധി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ യാത്ര ചെയ്ത് കുറേ നാൾ രാവണൻ്റെ രാജ്യത്തിൽ ജീവിച്ചു. യാത്ര എവിടുന്നാണ് തുടങ്ങിയത്? അയോധ്യയിൽ നിന്ന് ആണല്ലോ. ആ അയോധ്യയായിരുന്നു നമ്മുടെ ഭൂമി, നമ്മുടെ ഇവിടുത്തെ ജീവിതം. ഭൂമി നോക്കിക്കഴിഞ്ഞാൽ 5 തത്വങ്ങളും സദോഗുണിയായിരുന്നു ഇവിടെ നാടകം ആരംഭിക്കുമ്പോൾ. നമ്മൾ ഓരോ ആത്മാവും പരമാത്മാവാകുന്ന രാമൻ്റെ അടുത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, ജീവിത നാടകം നമ്മളിവിടെ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ ശരീരം സദോഗുണി ശരീരമായിരുന്നു. കാരണം 5 തത്വങ്ങളും പാവനമായിരുന്നു ആ സമയത്ത്. ആ പവിത്രമായ തത്വങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ട ശരീരം, ഭൂമി, അഗ്നി, വായു, വെള്ളം, ആകാശം, ഈ 5 തത്വം കൊണ്ട് നിർമ്മിച്ചതാണല്ലോ ദേഹം. തത്വങ്ങൾ 5ഉം പവിത്രമായിരുന്നത് കൊണ്ട്, സ്വർണം പ്യുവറാണെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ആഭരണം ഓട്ടോമാറ്റിക്കലി പ്യുവറായിരിക്കും. സ്വർണത്തിലുള്ള ക്യാരറ്റ് എവിടെ ഉണ്ടാവും? ആഭരണത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ശുദ്ധമായ സ്വർണമായിട്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തുനിന്ന് വന്നപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ,
അറിയപ്പെട്ടത് എങ്ങനെയാണ്? ദേവൻ, ദേവി. കാരണം ദൈവത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഉള്ളവരെയാണ് ദേവനെന്നും ദേവിയെന്നും പറയുന്നത്. അപ്പം നമ്മൾ ആരാണോ ഗാന്ധിജിയെ ഫോളോ ചെയ്ത് ജീവിക്കുന്നത് അവരെ ഗാന്ധിയന്മാരെന്നല്ലേ പറയുന്നത്. ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ ആരൊക്കെ ഗാന്ധിസം ജീവിതത്തിൽ ഗാന്ധിജിയുടെ ആദർശങ്ങൾ പാലിച്ച് ജീവിക്കണോ അവരുടെ പേര് ഒരുപക്ഷെ ബാലകൃഷ്ണൻ എന്നാണെങ്കിലും അല്ലെങ്കിൽ ഗോപികൃഷ്ണൻ എന്നാണെങ്കിലും അവരെ വിളിക്കുന്നത് ഗാന്ധിയൻ എന്നാണ് എല്ലാവരും. കാരണം എന്താ? ജീവിക്കുന്നത് ഗാന്ധിജിയുടെ ആദർശപ്രകാരമാണ്. അതേപോലെ ഗാന്ധിജിയുടെ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ മക്കള്, ദൈവപുത്രന്മാർ, ദേവനെന്നും ദേവിയെന്നാണ് അറിയപ്പെട്ടെ. നമ്മൾ ഈ ഭൂമിയുടെ ആരംഭത്തിൽ സത്യത്രേദൈകത്തിലൂടെ ജീവിച്ചിരുന്നവരെ എല്ലാവരും ദേവൻ, ദേവി എന്ന് വിളിച്ചു. ആ കാലഘട്ടത്തെയാണ് അയോധ്യ എന്ന് പറയണേ. അപ്പം ആത്മാവിൻ്റെ ജീവിത യാത്ര നമ്മൾ നോക്കിയാൽ രാമൻ്റെ അയനം എന്നല്ലേ, ആത്മാവാകുന്ന രാമൻ്റെ അയനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യാത്ര നമ്മൾ തുടങ്ങിയത് അയോധ്യയിൽ ആരംഭിച്ചു. സദോഗുണിയായി ജീവിതം ആരംഭിച്ചു. പിന്നെന്ത് സംഭവിച്ചു? കാട് കയറാൻ തുടങ്ങിയപ്പോൾ, കടത്ത സ്വഭാവം വരാൻ തുടങ്ങിയപ്പോൾ, ദ്വാപരയുഗം മുതൽ പതുക്കെ നമ്മൾ ആ ദൈവിക ഗുണങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വ്യതിചലിച്ചു. സ്വയം പൂജ്യര്, പിന്നെ നമ്മൾ പൂജാരിയാകാൻ തുടങ്ങി. കടത്ത സ്വഭാവങ്ങളിൽ പെട്ടു, ദുഃഖം വരാൻ തുടങ്ങി, ഈശ്വരനെ തേടാൻ തുടങ്ങി. ദ്വാപരയുഗം മുതൽ ഭക്തി ആരംഭിച്ചു, പൂജ ആരംഭിച്ചു, ക്ഷേത്രങ്ങൾ, ഗ്രന്ഥങ്ങൾ, എല്ലാ സാധനങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം എന്തായി? കലിയുഗം എത്തിയപ്പോഴേക്കും എവിടെ എത്തി? രാക്ഷസ രാജ്യത്തിലെത്തി, രാവണന്റെ രാജ്യത്തിലെത്തി. ചില രാക്ഷസ സ്വഭാവങ്ങൾ, രജോഗുണി സ്വഭാവം, ചില തമോ ഗുണി സ്വഭാവങ്ങൾ നമ്മളിൽ കയറിക്കൂടി. അതുകൊണ്ട് നമുക്ക് ഓരോ ആത്മാവാകുന്ന സീതയ്ക്ക് എന്ത് ചെയ്യണം? ഇനി ഈ യാത്ര പൂർത്തിയാക്കിയിട്ട് കലിയുഗത്തോടു കൂടിയിട്ട് ചതുർയുഗങ്ങളുടെ യാത്ര നമ്മുടെ ഇവിടെ പൂർത്തിയാക്കുകയാണ്. നമുക്ക് എല്ലാ ആത്മാക്കളാകുന്ന സീതമാർക്കും എന്ത് ചെയ്യണം? ഈ യാത്രയ്ക്കൊടുവിൽ ഈ രാക്ഷസ രാജ്യത്ത് നിന്ന്, നമ്മുടെ തമോഗുണി സ്വഭാവങ്ങളിൽ നിന്നെല്ലാം വീണ്ടും നമുക്ക് അയോധ്യയിലേക്ക്, രാമൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമാണ്. നാടകം പൂർത്തിയാകുന്നതോടുകൂടി കൽപ്പാന്തകാലം എന്നല്ലേ പറയാ, കലിയുഗം. അതിനുശേഷം നമുക്ക് എവിടേക്ക് പോകണം? എവിടുന്നാണോ നമ്മൾ ഈ നാടകശാലയിലേക്ക് ഇറങ്ങി വന്നത്, എവിടുന്നാണ് ഇറങ്ങി വന്നേ? ആത്മാവ് വന്നത് പരമാത്മാവിൻ്റെ അടുത്തു നിന്നാണ്, രാമൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ സീതമാർ ഇവിടേക്ക് വന്നത്. അപ്പം നമുക്ക് തിരിച്ചെവിടേക്ക് തന്നെ പോകണം. അതുകൊണ്ടാണ് പറയണേ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. അവിടുന്നാ വന്നേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. എങ്ങനെയാ വന്നത്? ആത്മാവ് സ്വർണ്ണവർണ്ണത്തിലാണ് വന്നത്, ശുദ്ധിയോടെ വന്നത്. ഇപ്പം എന്തായി? കുറച്ച് ക്ലവും കറയൊക്കെ പിടിച്ചു. അതുകൊണ്ട് നമുക്ക് ഓരോ സീതമാർക്കും എന്ത് ചെയ്യണം? തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അഗ്നിശുദ്ധി വരുത്തണം. അഗ്നിയിലിടുമ്പോഴല്ലേ സ്വർണത്തിലേക്ക് ക്ലാവ് പോണേ. അതുകൊണ്ട് ആത്മാവാകുന്ന സ്വർണത്തിൽ പിടിച്ചിരിക്കുന്ന ഈ ക്ലാവ് കറ, ആത്മാവാകുന്ന സീതയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അന്തരംഗം ക്ലീൻ ചെയ്യണം. എന്ത് തമോഗുണി സ്വഭാവം, രജോഗുണി സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ അതിൽ നിന്ന് നമുക്ക് എവിടേക്ക് തിരിച്ചു പോകണം? തമോയിൽ നിന്ന് രജോയിലേക്ക്, രജോയിൽ നിന്ന് സദോയിലേക്ക് എത്തണം. കാരണം സദോഗുണി സ്വഭാവങ്ങളാണ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം, സ്വഭാവം, സ്വന്തം ഭാവം, സ്വധർമ്മം. നമ്മൾ ആ ധർമ്മത്തിലാണ് ജീവിച്ചിരുന്നത്, സദോഗുണി സ്വഭാവങ്ങളിൽ. അപ്പം നമുക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ അഗ്നി വേണം. ഏതഗ്നി? ഇത് സാധാരണ ഒരു തീയുടെ വിഷയമൊന്നുമല്ല, തീയിൽ പോയി ചാടുക എന്നുള്ളതല്ല. പിന്നെ യോഗാഗ്നി, യോഗം വേണം. ആത്മാവിന് പരമാത്മാവുമായിട്ട് യോഗം വയ്ക്കണം. യോഗം, കണക്ഷൻ കൂടിച്ചേരണം. അതിനാദ്യം ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയണം. സീതയാണെന്ന് അറിഞ്ഞാലല്ലേ രാമനുമായി ചേരാൻ പറ്റുള്ളൂ. ആത്മാവാകുന്ന രാമന് പരമാത്മാ രാമനുമായി സംഗമിക്കാനുള്ള സമയമാണിത്. ഈ യോഗാഗ്നിയിൽ എപ്പോഴാണ് നമ്മൾ ഈ ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് സത്യബോധം, മൃതബോധത്തിൽ നിന്ന് സത്യബോധത്തിലേക്ക് വരുന്നത്? അതിന് മൃതസഞ്ജീവനി മരുന്ന് കഴിക്കണം. ജ്ഞാനം കൊണ്ട് നമുക്ക് ബോധോദയം ഉണ്ടാകണം, ബോധം ഉദിക്കണം. അപ്പം എന്താകും? ആത്മാവിന് പരമാത്മാവുമായിട്ട് കണക്ഷൻ കിട്ടും. ഈശ്വരനുമായിട്ട് കണക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടും. ആ പരമാത്മ സ്മൃതിയാണ് ശരിക്കും അഗ്നി. കാരണം ആത്മാവ് ഒരു വെളിച്ചാണ്,
പരമാത്മാവും വെളിച്ചമാണ്, ജ്യോതിയാണ്. ഈ ജ്യോതി ആ ജ്യോതിയുമായിട്ട് ചേരുമ്പോൾ എന്തായി? ആത്മാവിൽ സ്പാർക്ക് ഉണ്ടാകും. പരമാത്മാവിൽ നിന്നുള്ള വെളിച്ചം, ചൈതന്യം നമ്മൾ ആത്മാവിലെ കറകളെല്ലാം, അഴുക്കെല്ലാം മാറ്റിക്കളയാൻ വേണ്ടി പരമാത്മാവിൽ നിന്നുള്ള വെളിച്ചമാണ് നമുക്കിവിടേക്ക് ചാർജായിട്ട് കിട്ടണം. നമ്മൾ പറയില്ല ഈശ്വര ചൈതന്യം എന്നാ പറയണം. ഈശ്വരിലുള്ള ചൈതന്യം എന്താ? അത് ശാന്തിയുടെ സൂര്യനാണ്, സ്നേഹത്തിൻ്റെ സൂര്യനാണ്, ശക്തികളുടെ സൂര്യനാണ്. ആ വെളിച്ചമാണ് ഇവിടേക്ക് കിട്ടുക. അത് ലേസർ കിരണങ്ങൾ പോലെയാണ്. അത് വന്ന് തട്ടിയാലേ ഇവിടെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറൊക്കെ പോളൂ. എന്തൊക്കെ ദുശീലവും ദുസ്വഭാവവും ദുർവികാരങ്ങളും ജീവിതയാത്രയിൽ നമ്മൾ കടന്നുകൂടി ഇവിടെ ക്യാൻസർ പോലെ നമ്മുടെ സെൽസിനെയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ സദ്ഗുണങ്ങളെ ഇല്ലാണ്ടാക്കി മറച്ചു വെച്ചിരിക്കുന്നത്. ആ സ്വഭാവങ്ങളെയും ശീലങ്ങളെയും ദുസ്വഭാവങ്ങളെയും ദുർവികാരങ്ങളെയും മാറ്റിയെടുക്കാൻ പരമാത്മാരാമൻ്റെ ലേസർ കിരണങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യണം. ആ ഈശ്വരൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ വിധേയമാകുക. അതിനെയാണ് യോഗ അഗ്നി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പരിപക്വമാകാൻ പറ്റും. കാരണം തീയിൽ ഒരു വസ്തു ഇടുമ്പോൾ 3 തരത്തിലാണ് മാറ്റം ഉണ്ടാവുന്നത്. ഒന്ന് കത്തിപ്പോവും, ചില സ്വഭാവങ്ങൾ കത്തിച്ച് കളയണം, മോശ സ്വഭാവങ്ങളെ. ചിലതിലൊക്കെ നമുക്ക് മോൾഡാവണം, വളയണം, അഹങ്കാരം മാറി വിനയം വരണം. ആ വളയാൻ, മോൾഡാകാൻ. സ്വർണം കണ്ടിട്ടില്ല? സ്വർണവും ഇരുമ്പും ഒക്കെ അഗ്നിയിലിട്ടാൽ കത്തിപ്പോവില്ല. അതിന് ഷേപ്പ് മാറ്റി കിട്ടും. ഏത് ആവരണം ആക്കാം, ഏത് സാഹചര്യം, ഏത് വ്യക്തികളുമായിട്ട് നമുക്ക് ചേർന്ന് പോകുന്ന തരം. കാരണം ഒരു ഫാമിലി ആയാൽ നമുക്ക് അവിടെ ജീവിച്ചേ പറ്റുള്ളൂ. ചേർന്ന് പോകാൻ നമ്മൾ മോൾഡായേ പറ്റുള്ളൂ. അതാണ്. ഒരു ഓഫീസിലായാലും എല്ലാവരുടെ കൂടെ ചേർന്ന് പോയേ പറ്റുള്ളൂ. അല്ല, എത്ര ഓഫീസ് നമ്മൾ മാറുക, എത്ര ട്രാൻസ്ഫർ എഴുതി വാങ്ങും? ആ ചേരാനുള്ള സംസ്കാരം, ആ മോൾഡിങ് ചെയ്യാനുള്ള പവർ നമുക്ക് അഗ്നിയിലൂടെ കിട്ടും. അതിനാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പം കിട്ടുന്ന ഗുണം. ഒന്ന് കളയേണ്ട സ്വഭാവങ്ങൾ കളയണം. രണ്ടാമത്തത് അതൊക്കെ കത്തിച്ച് കളയുക. ചിലത് രൂപഭാവം നമുക്ക് വരികയാണ്. പിന്നെ അഗ്നി, ഇപ്പം നോക്കൂ, നമ്മൾ മണ്ണ് കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഗ്നിയിലാണ് കൊണ്ടുവയ്ക്കണം, ചൂളയിലാണ് വെക്കണം അല്ലേ? ഓടും മണ്ണും ഒക്കെ അഗ്നിയിലേക്ക് വീഴുമ്പോൾ എന്താ ചെയ്യുന്ന? പരിപക്വമാകുകയാണ്, മെച്യൂരിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പം മെഡിറ്റേഷൻ ആത്മാവ് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ ധ്യാനത്തിലൂടെ നമ്മളുടെ ചില സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലെല്ലാം പരിപക്വത വരും. ആ പരിപക്വത, മെച്യൂരിറ്റി ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പം ചിലപ്പോൾ ചിലർ പറയാറില്ലേ, കണ്ടില്ലേ പ്രായം കുറേയായി പക്ഷെ സ്വഭാവത്തിലൊന്നും ഒരു പക്വത ഇല്ല. നേരെ തിരിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രായം എത്ര ചെറിയ കുട്ടിയാണ് പക്ഷെ എത്ര പരിപക്വതയോടെ പെരുമാറുന്ന, എത്ര മെച്യൂരിറ്റിയാണ്. പ്രായത്തിനും അതീതമായിട്ടുള്ള പക്വത പെരുമാറ്റത്തിലുണ്ട്, വാക്കുകളിലുണ്ട്. കാരണം ആ അടക്കവും ഒതുക്കവും എല്ലാ കാര്യങ്ങളിലും ആ റോയൽറ്റിയുള്ള ശീലങ്ങളും കാണുമ്പോൾ പ്രായത്തിനും അതീതമായിട്ട്, പ്രായം കൊണ്ട് നമ്മളെക്കാളും ചെറുതാണെങ്കിലും നമുക്കവരെ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നും. കാരണം അവരുടെ സ്വഭാവത്തിലെ മെച്യൂരിറ്റി കാണുമ്പോൾ. അപ്പോൾ ആ മെച്യൂരിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം അത് നമുക്ക് ജീവിതത്തിൽ ആ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം സ്പിരിറ്റിൽ കിടക്കുകയാണ് ഈ ഗുണങ്ങളെല്ലാം, ആത്മാവിലാണ്, ആത്മാവുമായി ബന്ധപ്പെട്ടത് ആ ഗുണങ്ങളും ശക്തികളും. അപ്പം മെഡിറ്റേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കണേ? നിത്യവും ഡെയിലി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു രാവിലെ ഒരു 15 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 15 മിനിറ്റെങ്കിലും മിനിമം എത്ര സമയമെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസിന് വേണ്ടി മാറ്റി വയ്ക്കുക. അത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്താൽ എന്ത് നടക്കും? ആത്മാവിലെ ആ ഗുണങ്ങൾ നമ്മളുടെ പരിപക്വതയിലേക്ക് വരാൻ നമ്മളെ സഹായിക്കും. എന്നാൽ ചോദിക്കും, ചിലർ മെഡിറ്റേഷനൊന്നും ചെയ്യാതെ തന്നെ ചിലരിൽ പരിപക്വ സ്വഭാവം നമുക്ക് കാണാം. ഓൾറെഡി റെഡിമെയ്ഡാണ്, തയ്യാറാക്കപ്പെട്ടതുപോലെയാണ്. കാരണം അവർ സദോയിന്ന് രജോയിന്ന് തമയിലേക്ക് അത്രയധികം ഇറങ്ങിയിട്ടില്ല. സദ്ഗുണങ്ങൾ കാണാം പലരിലും, ജന്മനാ നമുക്ക് അവരിൽ കാണാൻ കഴിയും ചില ഗുണങ്ങളും ശക്തികളും. ഇനി ചിലരുണ്ട് അടികൊണ്ട് പഠിക്കുന്നവരുണ്ട്, അടികൊണ്ടിട്ട് പരിപക്വമാകും. ചിലർ പറയില്ല, സമയം വരട്ടെ, സമയം തന്നെ പഠിപ്പിച്ചോളൂ. അപ്പം നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. സമയം കൊണ്ട് പരിപക്വപ്പെടുന്നവരെ നമുക്ക് കാണാം. ചിലർ കണ്ടിട്ടില്ലേ, ജീവിതത്തിൽ ഭയങ്കര അഹങ്കാരിയായിട്ട് ആരും പറഞ്ഞാൽ കേൾക്കാതെ നടന്നിട്ടുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ ധനനഷ്ടമൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് നാൾ അതിൽ മിണ്ടാതെ കിടക്കേണ്ടി വരുമ്പോൾ, കുറച്ചാൾ അസുഖമായിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിൽ കിടക്കുമ്പോൾ 1 വർഷം 2 വർഷം കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോഴേക്കും എന്താവും?
ആൾക്ക് ഭയങ്കരമായിട്ട് സ്വഭാവത്തിൽ, ശരീരത്തിൽ മാത്രമല്ല സ്വഭാവം തന്നെ പരിവർത്തനപ്പെടുന്നത് നമുക്ക് കാണാം. കാരണം ആ 1 വർഷം ബെഡിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ ജീവിത യാത്രയിൽ നടന്നത് മുഴുവൻ എന്ത് ചെയ്യും? റിവൈൻഡ് ചെയ്തുകൊണ്ട് വരും. അപ്പം നല്ലതും കെട്ടതും എല്ലാം മുന്നിൽ വരും. ആ സംഭവങ്ങളും സാഹചര്യങ്ങളും എന്ത് ചെയ്യും? നമ്മളെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ട് അടി കൊണ്ട് പഠിക്കുക പറയില്ലേ, അടി കൊള്ളാതെ നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഭഗവാൻ നമ്മളെ യോഗി ജീവിതം ജീവിക്കാൻ പറയണം. അല്ലെങ്കിൽ ഭോഗിയായിട്ട് നമുക്ക് ഭോഗി ജീവിതത്തിൽ അടി കൊണ്ട് പഠിക്കും. യോഗി ജീവിതത്തിൽ ഭഗവാൻ നമ്മളെ ടീച്ചറായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം, യോഗിയായി ജീവിക്കണോ ഭോഗിയായിട്ട് ജീവിക്കണോ, അടി കൊണ്ട് നന്നാവണോ അതോ നമ്മുടെ അധ്യാപകൻ ഭഗവാനാകുന്ന അധ്യാപകൻ്റെ നിർദ്ദേശപ്രകാരം ജീവിത നിയമങ്ങളും മര്യാദകളിലൂടെയും സഞ്ചരിച്ച് നമുക്ക് ജീവിതത്തെ പരിപക്വമാക്കി മാറ്റണം. ശുദ്ധാകാൻ ഈ 2 മാർഗവും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് പറയാറുണ്ട് യോഗമാർഗം ഭോഗമാർഗം, 2 മാർഗങ്ങളാണ് പറയണത്. ഭോഗിച്ച് അനുഭവിച്ച് പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ചെയ്യുമ്പോൾ തന്നെ നല്ല മാർഗം. യോഗി ജീവിതം യോഗ്യമായ കർമ്മങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദുഃഖിക്കേണ്ടി വരുന്ന തരത്തിൽ, കഷ്ടപ്പെടേണ്ടി വരുന്ന തരത്തിൽ, നാളെ അടി കൊള്ളുന്ന തരത്തിലൊന്നും ഇന്ന് ഞാൻ ചെയ്യുന്നില്ല. അതാണ് യോഗി ലൈഫ് സ്റ്റൈൽ. തെറ്റ് ചെയ്യുക, നാളെ അടി കിട്ടുക, പിന്നെ കരയുക, പിന്നെ ദുഃഖിക്കുക, പിന്നെ തിരുത്തുക, അതിനെയാണ് എന്ത് പറയുക? ഭോഗി ജീവിതശൈലി. നമുക്ക് യോഗ അഗ്നിക്ക് ഏറ്റവും പ്രധാനം മനസ്സും ബുദ്ധിയുമാണ്. ജ്ഞാനം അതിനുള്ള ഇന്ധനമാണ്. അതിനാണ് നിത്യ സത്സംഗത്തിൻ്റെ പ്രാധാന്യം. അപ്പം നോക്കൂ, ഈ 30 ദിവസം കൊണ്ട് നമ്മൾ സത്സംഗത്തിലിരുന്നപ്പോൾ എന്തായി? എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്ത് ഗുണം കിട്ടി? എന്ത് ഗുണം കിട്ടി? ശരീരമല്ല ആത്മാവാണെന്നുള്ള യഥാർത്ഥ പരിചയം, ആത്മാവാണെന്നുള്ള ബോധം കിട്ടി. പിന്നെ ധർമ്മം എന്താണെന്ന് മനസ്സിലായി. ശക്തി കിട്ടി, പവിത്രതയുടെ പ്രാധാന്യം മനസ്സിലായി. അത് നമുക്ക് ധ്യാനം ചെയ്യണമെങ്കിലും നമ്മുടെ മനസ്സും ബുദ്ധിയും ഈശ്വരിലേക്ക് ഏകാഗ്രമാക്കി മാറണമെങ്കിൽ, കാരണം മനസ്സിലിപ്പോൾ നമുക്ക് തോന്നുകയാണ് എനിക്ക് കുറച്ച് സമയം ഈശ്വര ധ്യാനത്തിലിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് സൈലൻ്റായിട്ടിരിക്കണം. അപ്പോൾ ബുദ്ധി, മനസ്സിൽ തോന്നൽ വന്നു, സങ്കല്പം വന്നു, ബുദ്ധി അതിൽ തന്നെ നിൽക്കണം. ബുദ്ധി ഒന്നിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അതിനെ ആദ്യം ബോധ്യപ്പെടണം. കാര്യത്തെ ബോധ്യപ്പെട്ടാലേ നിൽക്കുള്ളൂ. അത് ബോധ്യപ്പെടൽ ഏറ്റവും പ്രധാനമാണ്. ജ്ഞാനം നമ്മൾ കേട്ട് അതിൻ്റെ ചിന്തനം ചെയ്യണം, മനന ചിന്തനം ചെയ്യണം. എന്നിട്ട് ബുദ്ധി വേർതിരിക്കും, ശരി തെറ്റ്, നല്ലത് കെട്ടത്. തീരുമാനം എടുക്കുന്ന ആള് ബുദ്ധിയാണ്. ഇവർ 2 പേരും കൂടെ ചേർന്നാലേ എന്ത് നടക്കുള്ളൂ? യോഗം നടക്കുള്ളൂ. ആത്മാവിന് പരമാത്മാവുമായിട്ട് യോഗം വെച്ച് യോഗ അഗ്നി ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ബോധ്യപ്പെടുക എന്നുള്ളൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 2 വാക്കാണ് ഉപയോഗിക്കണേ. മനസ്സിലായോ ചോദിക്കും, ബോധ്യപ്പെട്ടോ. എന്ത് പറഞ്ഞാലും ആ മനസ്സിലായോ വെച്ചാൽ ആ മനസ്സിലായി പറയാം നമ്മൾ. പക്ഷെ എനിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടോ, കേട്ടു, അറിഞ്ഞു, ശരി, എനിക്കത് ബോധ്യപ്പെടണം ഓരോ കാര്യങ്ങളും. അപ്പം നമ്മൾ ഈ 30 ദിവസവും ഈ യാത്രയിലിടയിലിടയിൽ നമുക്ക് ആത്മാരാമനെക്കുറിച്ചും പരമാത്മാരാമനെക്കുറിച്ചും ശ്രീരാമചന്ദ്രനാകുന്ന രാമനെക്കുറിച്ചും എല്ലാം നമ്മൾ പല പ്രാവശ്യം രാമായണത്തിൽ പരാമർശിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. മനസ്സിലായോ ചോദിച്ചാൽ മനസ്സിലായി. പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ട ഓരോ കാര്യം ബോധ്യപ്പെടുമ്പോഴേ ബുദ്ധനാകുള്ളൂ. അതുകൊണ്ട് ബുദ്ധൻ എന്താ ചെയ്തേ? ബുദ്ധൻ്റെ ഏറ്റവും പ്രസിദ്ധമായ 3 ബുദ്ധഭിക്ഷുക്കൾ എപ്പോഴും ചൊല്ലാറുള്ള 3 മന്ത്രങ്ങൾ പോലെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ബുദ്ധം ശരണം ഗച്ഛാമി. എന്താണ് അർത്ഥം? ബുദ്ധം ശരണം, ബോധ്യത്തിൽ ഞാൻ ശരണം പ്രാപിക്കുകയാണ്, അതിലേ രക്ഷയുള്ളൂ. ബോധത്തിൽ ഞാൻ ശരണം പ്രാപിക്കുകയാണ്, ബോധ്യപ്പെടണം. ബോധത്തിൽ ഞാൻ ശരണം പ്രാപിക്കണു. സംഘം ശരണം ഗച്ഛാമി, എന്നെപ്പോലെ ബോധ്യപ്പെട്ടവരുടെ സംഘത്തിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു, അതിലേ രക്ഷയുള്ളൂ. ലാസ്റ്റ് എന്താ? ധർമ്മം ശരണം ഗച്ഛാമി, ധർമ്മത്തിൽ ഞാൻ ശരണം പ്രാപിക്കുകയാണ്, കാരണം ധർമ്മത്തിലെ രക്ഷയുള്ളൂ. അതുകൊണ്ട് ജ്ഞാനമാർഗവും യോഗമാർഗവും മുറുകെ പിടിച്ചൊരു യോഗി ജീവിതമാണ് ഇപ്പം നമുക്ക് ജീവിക്കേണ്ടത്. അങ്ങനെ ടോട്ടൽ രാമായണത്തിൻ്റെ സാരം നമുക്കതാ. യോഗി ജീവിതമാണ് ഇപ്പോൾ ആവശ്യം. ഭോഗി ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യണം?
യോഗി ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ രാമായണ മാസം മാത്രം മതിയോ? എല്ലാ ദിവസവും രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ യോഗിയായിട്ട് തന്നെ ജീവിക്കണം. 1 മണിക്കൂർ യോഗം ചെയ്യുന്നവരല്ല, 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നവരല്ല. എല്ലാ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം യോഗ്യമായതായിരിക്കും. ഒരു യോഗിക്ക് യോജിച്ചതായിരിക്കും. ഭോഗിയുടേതുപോലെ ആവരുത്. വേണ്ടേ? ആ ശുഭസങ്കല്പം നമുക്ക് ഭഗവാന്റെ അടുത്ത് വെക്കാം. യോഗിയായി അവസാന ശ്വാസം വരെയും ജീവിക്കാം. രാമകഥയിലെ ജീവിതസാരം തേടി രാമായണ അമൃതമെന്ന ഈ സത്സംഗം ഇത് ഭഗവാന്റെ പ്രസാദമാണ്. സ്വയം രാമൻ തന്നെ നൽകിയ പ്രസാദമാണ് പ്രഭു പ്രസാദം. 30 ദിവസവും ഈ പ്രസാദം ഞാൻ ആവോളം ഭുജിച്ചു. ഈ അമൃതം ജ്ഞാനമാകുന്ന അമൃതം എനിക്ക് കരുത്തും നൽകി. ഇരുട്ട് നീക്കി വെളിച്ചവും നൽകി. ആത്മാവാകുന്ന രാമൻ്റെ അയനം എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞു. ചതുർയുഗങ്ങളിലൂടെയുള്ള ജീവിതയാത്രയാണ് ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ ഈ കഥയിലൂടെ ആത്മാവാകുന്ന രാമൻ്റെ ടോട്ടൽ ജീവിതകഥ. ഒരു യുഗത്തിലൂടെ, ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ജീവിതയാത്രയുടെ പൂർണ്ണമായ ചിത്രവും ചരിത്രവും എനിക്ക് ബോധ്യമായി. ഈ കൽപ്പാന്തകാലത്ത് രാമപാദം പോകാനുള്ള സമയമായി എന്നും ബോധ്യമായി. നാടകം പൂർത്തിയായി. ആത്മാവാകുന്ന സീതയായ എനിക്ക് പരമാത്മാ രാമനോടൊപ്പം ചേരാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. അവശേഷിക്കുന്ന കാലം ആയുസ്സത്ര ബാക്കിയുണ്ടോ? ഒരു യോഗി ജീവിതം ജീവിച്ച് ജ്ഞാനയോഗ മാർഗത്തിലൂടെ, ജ്ഞാനയോഗ അഗ്നിയിലൂടെ എന്നെ പരിശുദ്ധമാക്കുക. പവിത്രമായ ജീവിതത്തിലൂടെ സുഖവും ശാന്തിയും സന്തോഷവും എൻ്റെ മനസ്സിലും എന്നോടൊപ്പം ജീവിക്കുന്നവരുടെ മനസ്സുകൾക്കും പ്രദാനം ചെയ്ത് എൻ്റെ വീട്, എൻ്റെ കുടുംബം അയോധ്യയാക്കണം. സുഖശാന്തിപൂർണം, യുദ്ധമില്ലാത്ത വീടായി മാറ്റാൻ ഓരോ വീടുകളും അയോധ്യയായിട്ട് മാറി സുഖവും ശാന്തിയും സന്തോഷവും ഐശ്വര്യം നിറഞ്ഞ വീടുകൾ സ്വർണിമ ലോകത്തിൻ്റെ ആധാരശിലകളാണ്. സ്വയം പരമാത്മാവാകുന്ന രാമൻ തന്നെ വന്ന് നൽകിയ ഈ ജ്ഞാനാമൃതത്തിന്
വെളിച്ചത്തിന് ഉള്ളുകൊണ്ട് പരമേശ്വരനോട് നന്ദി പറഞ്ഞ് സർവേശ്വരൻ്റെ കൈപിടിച്ച് അന്തിമ ശ്വാസം വരെ യോഗി ജീവിതം ജീവിക്കുന്ന സീതയായി അങ്ങയോടൊപ്പം തന്നെ യാത്ര പൂർത്തിയാക്കും. ശിരസിന് മുകളിൽ പരമാത്മാവാകുന്ന രാമൻ സദാ കുട പിടിച്ചുകൊണ്ട് കൂടെയുണ്ടെന്നുള്ള ദൃശ്യം കണ്ടുകൊണ്ട് ഓരോ ചുവടും വെച്ച് യാത്ര ചെയ്യും. ജീവിതയാത്ര അങ്ങനെ പൂർത്തിയാക്കും. രാമനോടൊപ്പമുള്ള സീതയായി. ഓം ശാന്തി.